ഞാൻ സംസാരിച്ച ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. ജോർജറ്റ് ഫാബ്രിക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇത് പിന്നെ ഈ ജോർജറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിന് സമ്മർ ആയിക്കോട്ടെ എപ്പോഴാണല്ലോ ഏത് സീസൺ ടൈമിലും എല്ലാവർക്കും ഇഷ്ടമാണ് യൂസ് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല ഫാബ്രിക്കാണ്, കൂൾ ഫാബ്രിക്കാണ്. ഇത് നമുക്ക് നോർമൽ ജോർജറ്റ് കുറഞ്ഞതല്ല കേട്ടോ, ഇച്ചിരി നല്ല കൂടിയ ഫാബ്രിക്കാണ്. മാത്രമല്ല കളർ കോമ്പിനേഷൻ എല്ലാം നല്ല എനിക്ക് തോന്നുന്നു ഈ കണ്ടതിൻ്റെ അകത്ത് ആ ഒരു ചാർട്ട് എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് ആണ്. പക്ഷേ എനിക്കിങ്ങനെ വൈറ്റ് ബ്ലാക്കിനോട് ഇച്ചിരി ഇഷ്ടക്കൂടുതലുണ്ട്. യെല്ലോ പിന്നെ വേറെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വൈറ്റ് കളർ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഈസ്റ്റർ ടൈമിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസും ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ ആദ്യമേ തന്നെ ഈ വൈറ്റ് അങ്ങ് എടുത്തത്. വൈറ്റും ബ്ലാക്കിയുടെ കോമ്പിനേഷൻ ആട്ടോ, നല്ല എടുപ്പുണ്ട്. ഒരു കളർ കോമ്പിനേഷൻ ഡിസൈൻ കാണാനായിട്ട് ഫുൾ എംബ്രോയ്ഡറിയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം ഒരു ഇച്ചിരി കളർ വ്യത്യാസമുണ്ട്, പക്ഷേ ഇതിങ്ങനെ മനസ്സിലാവുമല്ലോ കേട്ടോ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ സെയിം പോലെ തന്നെ ഇരിക്കും. ആ ഒരു സാറ്റനും ആ ഒരു പ്യോ ആ ഒരു ജോർജറ്റും കൂടെ ആയതുകൊണ്ട് ചെറിയൊരു കളർ ഡിഫറൻസ് ഇങ്ങനെ മനസ്സിലാവില്ല. നമ്മൾ സെപ്പറേറ്റ് മടക്കി വയ്ക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടി ഒരു ഡാർക്കർ ടോണിലോട്ട് തോന്നിക്കും. ഇത് ഇച്ചിരി ഒരു ക്രീം ഷെയ്ഡിലോട്ടാണ് വരിക. നമ്പർ AF 993, റേറ്റ് 1340 1340. ഷെയ്ഡ്സ് കാണാൻ ഭയങ്കര രസമായിട്ട് നൂർത്തിയുടെ കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. നല്ലൊരു ലൈലാക്ക് ഷെയ്ഡാട്ടോ. ഇത് നോർമൽ ലാവൻഡർ അല്ല, പിങ്ക് കൂടെ ചേർന്ന് ലൈലാക്കിൻ്റെ ഒരു ഷെയ്ഡില്ല. അതിൻ്റെ അടിപൊളിയൊരു കളർ. അതിനും ആ ഒരു സെയിം ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് പോയേക്കുന്നത്. ദുപ്പട്ടയിലും സെയിം തന്നെ വർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽ കൂടി തന്നെ നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. നല്ലതായിട്ട് തന്നെ കിടക്കുന്നൊരു ഫാബ്രിക്കാട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിടക്കും. ബോട്ടം സെയിം കളർ തന്നെ. പിന്നെ നമ്പർ വരുന്നത് AF 994, റേറ്റ് 1390. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വളരെ റെയർ കളറാട്ടോ. ഇതും അടിപൊളിയാണ് കാണാൻ. എന്താ പറയുക, ഒരു ബേജ് അല്ല, ചിക്കു ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു മിക്സർ ടോൺ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്തും ആ ഒരു സെയിം ഡിസൈൻ. ഇത് ശരിക്കും താഴെ ആട്ടോ, ഞാൻ എപ്പോഴും കാണിക്കുന്നത് തിരിച്ച് പിടിച്ച് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. താഴെ ആകുമ്പോൾ അത്ര അങ്ങോട്ട് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതും ദുപ്പട്ടയിലും ആ സെയിം വർക്ക് തന്നെയുണ്ട്. എന്തായാലും എല്ലാ കളർ സെലക്ഷൻ അടിപൊളിയാട്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ജെറ്റ് ബ്ലാക്കുള്ള ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. ലൈനിങ് ഇല്ല കേട്ടോ, ബോട്ടം മാത്രമേ ഉള്ളൂ. ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണം. ഇൻ കേസ് ആ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതങ്ങ് ലൈനിങ് ആക്കി എടുത്താൽ മതി. എന്നിട്ട് ബോട്ടം സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാൽ മതി, കൂടിയ മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. നമ്പർ AF 997, റേറ്റ് 1390. നമുക്കൊരു പീച്ച് കളർ, ചെറുതായിട്ടൊരു പിങ്ക് ടോൺ വരുന്ന ഒരു പീച്ചാട്ടോ. ഒരുപാട് പീച്ച് പോലെ ഒരുപാട് പിങ്ക് പോലെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കും, പക്ഷേ നല്ല കളറാണ്. പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ കൂടെ ത്രെഡിൻ്റെ കൂടെ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സെയിം കളർ. ഇതും നല്ല ഫാബ്രിക്കാണ് കേട്ടോ, സാറ്റിൻ്റെ നല്ല ഫാബ്രിക്കാണ്. നമ്പർ വരുന്നത് AF 996, റേറ്റ് 1390. അടുത്ത ഷെയ്ഡ് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെ, ഡാർക്ക് ഒരു ഡെനിം ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ, ഡാർക്ക് അല്ല ലൈറ്റ് ഡെനിം ബ്ലൂവിൻ്റെ ഷെയ്ഡ്. ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്പർ വരുന്നത് AF 992, റേറ്റ് 1390. ലാസ്റ്റ് കളർ എൻ്റെ ഫേവറേറ്റ് യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ്, ഒരുപാട് ഓവറല്ല, എന്നാലും അത്യാവശ്യം തെളിച്ചുള്ള നല്ലൊരു യെല്ലോ കോമ്പിനേഷൻ. ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ. പിന്നെ നമ്പർ AF 995, റേറ്റ് 1390.